പ്രിയപ്പെട്ടവരെ, അഭിഷാദാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ഥാപനങ്ങളിലെ പ്രത്യേകതകളുള്ള ചില സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് കോഴിക്കോട് എയ്മർ ബിസിനസ് സ്കൂളിലേക്കാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. 3000 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മർക്കസ് നോളജ് സിറ്റി, അവിടെയാണ് ഈ എയ്മർ പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് എയ്മറിന്റെ പ്രോഗ്രാം ഒക്കെ ഉദ്ഘാടനം ചെയ്തത്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും പ്രൊഫഷണൽസിനെയും എന്നും രാവിലെ അവർ കാണുന്നത് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് അവർ കാണുന്നത് ഈ രീതിയിലുള്ള ആളുകളാണ്. എയ്മറിന്റെ ഒക്കെ അപ്രോച്ച് നമുക്ക് ധൈര്യമായിട്ട് എടുക്കുക. സർട്ടിഫിക്കറ്റിലല്ല പ്രധാനം. ഒരു കമ്പനിയിൽ ഒരു പെപ്സിയുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് എന്നുള്ള കുട്ടികളുടെ ഈ ഒരു ചെറിയ ലിമിറ്റഡ് ചിന്താഗതി, അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ജോലി, അതിൽ നിന്നും നമ്മൾ ആദ്യം തന്നെ അവരെ മാക്സിമം അവരുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ നേരിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. കുട്ടികളോട് സംസാരിച്ച അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ കുട്ടികളോട് സംസാരിക്കാനും ക്ലാസ് എടുക്കാനുള്ള പോക്കാണ്. അപ്പൊ ക്ലാസ്സിൽ വെച്ചിട്ട് കാണാം. മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതിലൊന്നും ഇങ്ങോട്ട് വരാൻ. ലോ കോളേജ്, യുനാനി ഹോസ്പിറ്റല്, 4 സ്റ്റാർ ഹോട്ടൽ, ഫെസീനോ, 25,000 പേരെ കൊള്ളുന്ന പള്ളിയില്ലേ? 25,000 അല്ലേ? തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഏറ്റവും വലിയ പള്ളി. 125 ഏക്കർ വരുന്നുണ്ട്. 4 കോർപ്പറേറ്റ് കമ്പനീസിനുള്ളിൽ. ഓക്കെ, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നമ്മൾ വന്നു, മഴ പെയ്തു. മഴ 2 തരത്തിലാണ് കണക്കൂട്ടുക. ഒന്ന്, കയ്യിൽ കാശും സൗകര്യം ഉണ്ടെങ്കിൽ മഴ നല്ല അനുഭവമാണ്. പൈസ ഇല്ല, ജോലി ഇല്ലെങ്കിൽ മഴ ദുരിതമാണ്. നല്ലൊരു സ്ഥലത്തെത്തിയാലേ മഴ രസം. രക്ഷയില്ല കേട്ടോ. ഇതിന്റെ ഒരു ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് ഇപ്പോൾ ഒരു ഇനാഗുറേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ചെയ്യുന്നത്. ഓക്കെ. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സാറാണ് ഉച്ചയ്ക്ക് വരും. ഇവിടെ ഈ സെക്യൂരിറ്റിയെ തെരഞ്ഞെടുക്കുന്ന സൗന്ദര്യത്തിന്റെ എയ്മറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട ഒരു എംപ്ലോയീസിനെ ഇപ്പൊ കോർപ്പറേറ്റ്സിന് കിട്ടുന്നില്ല. നമ്മൾ നോർമൽ ഒരു കോളേജിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പൊ മെഡിസിൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ ആയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ MBA BBA മാനേജ്മെന്റ് ഇതിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടി പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എയ്മറിലെ കുട്ടികൾ ഈ അന്തരീക്ഷത്തിൽ പഠിക്കുമ്പോൾ തന്നെ അവർക്കൊരു മാറ്റം ഉണ്ടാവും. ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ചോക്ലേറ്റുകൾ. എൻ്റെ പേര് അമീർ ഹസൻ. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ഡയറക്ടറാണ്. പല കോഴ്സുകളോട് ഏറെപ്പോയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. മുഹമ്മദ് മോന് ഞങ്ങളുടെ എയ്മറിന്റെ MD ആണ്. നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ എന്താ, പരീക്ഷയിൽ ജയിച്ച് ജീവിതത്തിൽ തോറ്റുപോയിട്ടൊരു കാര്യമില്ല. നമ്മുടെ ഒരു നാട്ടിലെ സാധാ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് 10,000 അല്ല 20,000 സാലറി, അതേ കുട്ടി തന്നെ ഏതെങ്കിലും നല്ല രീതിയിൽ ക്യാറ്റ് എഴുതി IIMൽ എത്തിക്കിട്ടിയാൽ 2 വർഷം കഴിയുമ്പോൾ ആളുടെ സാലറി 2 ലക്ഷം 2.5 ലക്ഷം ആ രീതിയിലാണ് മാറുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഗ്യാപ്പ്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഗ്യാപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് Day 1 മുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ ഫിറ്റാക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കരിക്കുലം ഡെവലപ്പ് ചെയ്തു. എല്ലാ മൊഡ്യൂൾസിനും ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എയ്മറിന്റെ ഒക്കെ ആ ഒരു അപ്രോച്ച് നമുക്ക് ധൈര്യമായിട്ട് എടുക്കുക. സർട്ടിഫിക്കറ്റിലല്ല പ്രധാനം. ഒക്കെ പലരും ചോദിക്കുക, എന്താ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ, എന്താണ് നിങ്ങളുടെ, അതിൽ നിന്ന് മാറിയിട്ട് എയ്മർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ഇവർ ഈ കാണുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും പ്രൊഫഷണൽസിനെയും എന്നും രാവിലെ അവർ കാണുന്നത് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് അവർ കാണുന്നത് ഈ രീതിയിലുള്ള ആളുകളാണ്. സ്ഥാപനങ്ങളുടെ CEOസും അല്ലെങ്കിൽ COOസും ഒക്കെ വന്നിട്ടാണ് ഇവർക്ക് ക്ലാസ് ചില സമയങ്ങളിൽ എടുക്കുന്നത്. ഇത് കഴിഞ്ഞ എന്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട്, അതായത് ഓൺലൈനായിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഡിഗ്രി മാൻഡേറ്ററി ആയിട്ട് അവർ എടുക്കണം. അതേസമയം PG പഠിക്കുന്ന കുട്ടികൾക്ക് ഓപ്ഷണലാണ്. ഹൈ ടാലൻസിനെ SMEസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ അവർ എംപവർ ചെയ്യും. ആ ഒരു ടാർഗറ്റ് കൂടെ നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഒരു പഠനമുണ്ട് ഇവിടെ. ഇങ്ങനെയൊന്നല്ല കുടിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി. കുടിക്കാൻ ഒരു ആവശ്യം പോലും
കമ്പനിയിൽ ഒരു പെപ്സിയുടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അതിൽ 100 പെപ്സി ബോട്ടിലുകളുണ്ട്. എല്ലാ ദിവസവും 100 ബോട്ടിൽ കച്ചവടം നടക്കും. ₹1 അതിലിട്ട് കഴിഞ്ഞാൽ ₹1 കൂട്ടിയോ, ₹1 ഇട്ട് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എടുക്കാം. ഒരു ദിവസം മാനേജ്മെന്റ് എന്ത് ചെയ്തു, പെപ്സിയുടെ ഇപ്പുറത്ത് കൊക്കക്കോള കൊണ്ടെന്ന് വെച്ചു. എന്ത് സംഭവിക്കും? എല്ലാ ദിവസവും 100 ബോട്ടിലാണ് അവിടെ കച്ചവടം നടക്കുന്നത്. പെപ്സിയുടെ പുറത്ത് കൊക്കക്കോള കൊണ്ടെന്ന് വെച്ചാൽ 200 എണ്ണാവോ, 50 എണ്ണാവോ, 100 എണ്ണാവോ, എത്രയാവും? 0 ആവോ? എല്ലാവരും കൊക്കക്കോളയിലേക്ക് പോകും. കുറെ കാലം പെപ്സി കുടിച്ചല്ലേ, ഇനി കൊക്കക്കോള എന്ന് വിചാരിക്കും. 50 ആയിരിക്കും സാധ്യത, അതിനാണ് കൂടുതൽ എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ അങ്ങനെയല്ല, കച്ചവടം 200. കാരണം പെപ്സി മാത്രം വെക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എയ്തർ യു ക്യാൻ ഗോ ഫോർ പെപ്സി ഓർ ഒന്നും കഴിക്കാതിരിക്കാം. നമുക്ക് കഴിക്കാതിരിക്കാം അല്ലെങ്കിൽ പെപ്സി കുടിക്കാം എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് 50% കഴിക്കാതിരിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. കൊക്കക്കോള വരുമ്പോൾ എന്തുണ്ടാവും അറിയോ, കഴിക്കാതിരിക്കണം എന്നുള്ള ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകും. പെപ്സി ആണോ കൊക്കക്കോളയാണോ വേണ്ടത് എന്നുള്ള ഓപ്ഷൻ മാത്രം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കും. ഈ 100 പേരും 50 ഇങ്ങോട്ടും 50 60 ഇങ്ങോട്ടും മാറി മാറിപ്പോകും. ഇതാണ് ഫുഡ് സ്ട്രീറ്റുകൾ സംഭവിക്കുന്നത്. കഴിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനല്ല, ഇവിടുന്ന് കഴിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കഴിവാണ് ആസ്ക്, ചോദിക്കാനുള്ള കഴിവ്. നിങ്ങൾക്കൊരു സാധനം വേണോ, ചോദിക്കൂ. പൈസ വേണോ, ചോദിക്കൂ. പിന്നെന്താണ്, ഭക്ഷണം വേണോ, ചോദിക്കൂ. സ്നേഹം വേണോ, അങ്ങനെയാണെങ്കിൽ ആ കഴിവ് എനിക്കുണ്ട് സാർ. ഞാൻ രാവിലെ മുതൽ കണ്ടവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, സ്നേഹം തരൂ, കിട്ടാറില്ല അല്ലേ? ചോദിക്കാനുള്ള കഴിവ്. ചോദിക്കൂല മനുഷ്യന്മാർ, ചോദിക്കണം. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ, തീർക്കണോ, സഹായം ചോദിക്കൂ. നിങ്ങൾക്ക് ഡിപ്രഷൻ ആവണമെന്ന് തോന്നുന്നുണ്ടോ, ചോദിക്കൂ. ആ സിനിമയിലില്ലേ, എടാ എനിക്ക് കിളി പറന്നു തോന്നുന്നുണ്ടാ ഒരു സിനിമയിലില്ലേ, ഏതായിരുന്നു, കുമ്പളങ്ങി നഴ്സറി, എൻ്റെ കിളി പോയി തോന്നുന്നുണ്ടാ എനിക്ക്. ഡോക്ടറെ കാണുമ്പോൾ അവൻ മറ്റേ മുട്ടടിക്കുന്ന ഒരു തൂണുമുട്ടടിക്കുന്ന ഒരു സീനൊക്കെ കണ്ടില്ലേ. ചോദിക്കാൻ പഠിക്കണം, ചോദിക്കുക, ആസ്ക്. പലപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാര്യമായിട്ട് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചോദിക്കുന്നവരെ അടിച്ചിരുത്താൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നോക്കൂ, ഇങ്ങോട്ട് നോക്കിക്കേ, വിവരം, വ്യാഖ്യാനം, വിമർശം, ലാവണ്യം, ഇങ്ങനെ അറിവിൻ്റെ ഒരു വളർച്ചയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞേ, ഇൻഫർമേഷൻ, ഇൻറ്റർപ്രിട്ടേഷൻ, ക്രിട്ടിക്, എസ്തെറ്റിക്. വിവരം, വ്യാഖ്യാനം, വിമർശം, ലാവണ്യം. ആദ്യം വിവരമാണ്. സ്കൂളിൽ നമുക്ക് കിട്ടുന്ന വിവരമാണ്. വടക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട് കേരളത്തിൽ എന്നാണ് PSCയുടെ ചോദ്യം. അതറിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടെന്ന് ദൈവത്തിനറിയാം. ഒന്നാമത് ആ നദിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ അറിയോ ഇത് വടക്കോട്ടാണോ തെക്കോട്ടാണോ, ഈ വടക്കെവിടെയെന്നറിയോ? ഇതിലുള്ള ആർക്കെങ്കിലും അറിയോ ഈ വടക്കെവിടെയെന്ന് അറിയോ? നിനക്കറിയോ? നോർത്തോ? അല്ല, ഇത് എവിടെയെന്നറിയോ? സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് കിഴക്കാണെന്നും പടിഞ്ഞാറാണെന്നും അറിയാം. പക്ഷെ അതൊരു വിവരമാണ്. ആ വിവരം നമ്മളെ തൊടുന്നില്ല പലപ്പോഴും. പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വിവരത്തെ ഇൻറ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റുമ്പോൾ ഏത് വിവരത്തെയും നമ്മളീകരിക്കുക, നമ്മളുടെ ഒരു ഏജൻസി അതിലിട്ട് അത് നമ്മുടെ വിവരമാക്കി മാറ്റി സംസാരിക്കുക. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഏറ്റെടുക്കരുത്, അത് നമ്മളുടെ സാധനമായിട്ട് മാറ്റണം. വ്യാഖ്യാനം. ഇനി ഞാനീ പറയുന്ന കാര്യങ്ങളെ മൂന്നാമത്തേൽ വിമർശിക്കാൻ പറ്റണം. ഇത് അങ്ങനെ അല്ലല്ലോ സാർ, ഇതിങ്ങനെ അല്ലല്ലോ, ഇത് അങ്ങനെ ആയാലും എന്താ ഉണ്ടാവുക, നിങ്ങളീ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. ഇങ്ങനെ വിമർശിക്കണം. നമ്മൾ MBA-യിലിരിക്കുന്നത്, BBA-യിലിരിക്കുന്നത്. വിമർശനങ്ങളിലൂടെ അതിനെ വിവരത്തെ മറികടക്കാൻ പറ്റണം. നാലാമത്തത് ലാവണ്യം, എസ്തെറ്റിക്, ഭംഗി. വിവരത്തിൻ്റെ ഒരു കലാരൂപമായി മാറണം. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിവരത്തെ, എൻ്റെ ഇൻഫർമേഷനെ ഞാനൊരു ആർട്ട് ഫോമാക്കി മാറ്റിയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ കിട്ടിയ വിവരമല്ല, അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് വിമർശിച്ച് മറികടന്ന് അതിനെ കലാരൂപമാക്കി മാറ്റണം. അത്രയും മനസ്സിലിട്ടാൽ മതി. അത്രയും വിവരം അങ്ങനെ ഏറ്റെടുക്കരുത്, വിമർശിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റണം എന്നുള്ളത് മനസ്സിലാക്കരുത്. ഓക്കെ. ഇപ്പം എയിമർ നിങ്ങൾ വിചാരിച്ച പോലത്തെ കോഴ്സാണോ, വിചാരിച്ചതിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി കോഴ്സാണോ, എങ്ങനെയാണ് തോന്നുന്നത്? ഇതുവരെ എക്സ്ട്രാ ഓർഡിനറി ആണ്. എയിമർ
എന്തൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എയിമറിനെ കുറിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെ തോന്നിയത് പറഞ്ഞു? സ്റ്റഡി സ്ട്രക്ചറും കരിക്കുലം ഡിഫറെന്റ് ആണ്. എല്ലാ കോളേജിലും 5-6 പീരീഡ് ഉണ്ടാവും, ഇവിടെ 4 പീരീഡ് ആയിരിക്കും. ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മളെ. അതായത് അവരൊക്കെ ഒരു 5 വർഷം കോർപ്പറേറ്റ്സിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ വരുന്നത്. സ്കൂൾ ഫീഡിംഗ് ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, സാധാരണ കോളേജ് വൈസ് അല്ല പഠിപ്പിക്കണേ. അതിനൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ എയ്മർ ഇതൊരു ന്യൂ ജനറേഷൻ, ഒരു ന്യൂ ഏജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് corporate blend. So ഇവിടെ ഞങ്ങളുടെ aim is to get the students ready for the corporate world. Industry. I want to become an investment banker. കാരണം ഇപ്പോൾ പിന്നെ എല്ലാം പിന്നെ എല്ലാം കമ്പനികൾ, വലിയ വലിയ കമ്പനികൾ ഇന്ത്യക്ക് വെളിയിലാണ് നോക്കുന്നത്. ഇന്ത്യക്ക് അകത്തോട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സെക്ടർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടിട്ട് ഇവിടെ പഠിക്കാൻ, അതിനെക്കുറിച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലേ? ഞാൻ ഓൾറെഡി ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊന്നും ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ ഓൾറെഡി ഒരു ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്, എഡിറ്ററാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. Why did you choose Aimer എന്ന് പറഞ്ഞാൽ എന്താ പറയാ? അതെങ്ങനെ പ്രൊഫഷണലായി നടത്താൻ പഠിക്കാൻ വേണ്ടി വന്നു. ഓക്കെ. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും ദിസ് പ്രോഗ്രാം ഇറ്റ് സെൽഫ് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ the aim is to develop skills with the student. ഇവർക്ക് BBA സർട്ടിഫിക്കേഷൻ കിട്ടും. BBA സർട്ടിഫിക്കേഷൻ പാരലലി ഇവർ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ we enroll them into KL യൂണിവേഴ്സിറ്റി, ഹൈദരാബാദിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ BBA പിന്നെ MBA, UG സ്റ്റുഡൻസിന് BBAയും PG സ്റ്റുഡൻസിന് MBAയും they enroll and they complete. അപ്പോൾ കണ്ടല്ലോ, എയ്മർ ബിസിനസ് സ്കൂളിലെ MBA BBA കുട്ടികളോട് സംസാരിച്ച് ഇടപെട്ട് ക്ലാസ് എടുത്തതിന്റെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനിവിടെ വരാൻ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു കോഴ്സ് നടത്തുന്നത്. അവർ പറഞ്ഞത് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. എന്തായാലും നമ്മളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോഴേ 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, അവരുടെ അവിടെ പഠിച്ച കുട്ടികൾ എവിടെയൊക്കെ പ്ലേസ്ഡ് ആയി. 2, അവർക്ക് എത്ര സാലറി CTCയിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ഫാക്കൽറ്റികളുടെ നിലവാരമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നേരിട്ട് പോയി ചെക്ക് ചെയ്യണം, ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ കാണണം. 5-മത്തത് സിലബസ്. ഓൾ ദ വെരി ബെസ്റ്റ്. എയ്മർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.